അപ്പോൾ നമുക്കിനി പോകേണ്ടത് ആലപ്പുഴ. 9 മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ വലിയ വിജയം അവിടെ LDF നേടിയതാണ്. 8-1 കഴിഞ്ഞ തവണ ഹരിപ്പാട് മാത്രമാണ് UDF മണ്ഡലമായ ഹരിപ്പാട് മാത്രമാണ് രമേശ് മാത്രമാണ് UDFന് വേണ്ടി അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റ് നേടിക്കൊടുത്തത്. ഇത്തവണ ഏത് രീതിയിലായിരിക്കും ആലപ്പുഴ ചിന്തിക്കുന്നത്? UDF ഇതിനകം ഉറപ്പിച്ച കുറച്ചുകൂടി സീറ്റുകളുണ്ട് ആലപ്പുഴയിൽ. അതുപോലെ തന്നെ LDFന് കഴിഞ്ഞ തവണത്തെ അതേ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്നാണ്. ആ സീറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UDF ഉറപ്പിച്ച സീറ്റുകളിൽ ഹരിപ്പാടുണ്ട് സ്വാഭാവികമായിട്ടും. അതുപോലെ തന്നെ G സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴയുണ്ട്. കുട്ടനാട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങൾ അമ്പലപ്പുഴയും കുട്ടനാടും UDFനൊപ്പം നിൽക്കുമെന്ന് അവർ വിശ്വസിക്കാൻ, പ്രത്യേകിച്ചും സുധാകരന്റെ ഒരു വ്യക്തിപരമായ സ്വാധീനം അമ്പലപ്പുഴയിൽ തങ്ങളെ സഹായിക്കും എന്ന് UDF പറയുന്നുണ്ട്. പല സർവേകളിലും മിക്ക സർവേകളിലും അമ്പലപ്പുഴ സുധാകരനൊപ്പം നിൽക്കും എന്നുള്ള ഒരു തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. സുധാകരന് സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കുട്ടനാട്. അപ്പോൾ സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാറി നിന്നത്, അകന്നു നിൽക്കുന്നത് കുട്ടനാട്ടിലെ UDF വിജയത്തെ സഹായിക്കും എന്നുള്ള ഒരു ഘടകം കൂടി ചേർത്തുകൊണ്ടാണ് UDF ഈ 2 മണ്ഡലങ്ങൾ കൂടി ഹരിപ്പാടിനൊപ്പം അമ്പലപ്പുഴയും കുട്ടനാടും ഉറപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. LDF ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വന്ന മാവേലിക്കര സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ മാവേലിക്കരയിൽ 33,000-ഓളം വോട്ടുകൾ, ഏതാണ്ട് 24,000-ഓളം വോട്ടുകൾക്ക് സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ ജയിച്ചതാണ് അരുൺകുമാർ തന്നെ അവിടെ മത്സരിക്കുന്നു. ചെങ്ങന്നൂർ അവർ സ്വാഭാവികമായി ഉറപ്പിക്കും. കാരണം സജിചേറിന് അവിടെ 32,093 വോട്ടുകൾക്ക് വലിയ ഭൂരിപക്ഷത്തിൽ, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്നുള്ളത്. മറ്റൊന്ന് ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ നല്ല പോരാട്ടമാണ് ഇത്തവണ നേരിട്ടത് എങ്കിൽ പോലും 11,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. അവിടെ കുറഞ്ഞ വോട്ടുകൾക്കായാലും ജയിക്കുമെന്ന് LDF സംവിധാനം വിശ്വസിക്കുന്നുണ്ട്. ചേർത്തലയിൽ മന്ത്രി P പ്രസാദ് പരാജയപ്പെടുമെന്ന് ഒരു കാരണവശാലും LDF വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന 4 മണ്ഡലങ്ങൾ മാവേലിക്കരയും ആലപ്പുഴയും ചെങ്ങന്നൂരും ചേർത്തലയും LDF തങ്ങളോട് ചേർത്ത് വെക്കുന്നത്. ഞാനിതിനകത്ത് LDF ശരിയാണ്, മാവേലിക്കര എന്തായാലും LDF ജയിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. UDF ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട് ഇതിലും മാറ്റമുണ്ടാവുകയില്ല. ചെങ്ങന്നൂരും LDFന് ഉറപ്പിച്ച ഒരു സീറ്റ് എന്ന് തന്നെ പറയാം. പക്ഷേ ആലപ്പുഴ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം AD തോമസ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്, യുവാവാണ്. കടുത്ത രീതിയിലുള്ള മത്സരം തന്നെ ആലപ്പുഴയിൽ നടന്നു. PP ചിത്തരഞ്ജനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു AD തോമസ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരിൽ നിന്ന് മർദ്ദനമേറ്റ AD തോമസ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ പോലും പലതവണ അവിടെ പ്രചാരണ സമയത്ത് അവിടെ പ്രചരിച്ചിരുന്നു. അതൊക്കെ AD തോമസിന് കിട്ടുന്ന ഒരു അനുകൂലമായ വോട്ടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലയിലും വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നു. അങ്ങനെ ആലപ്പുഴ ഒരു പക്ഷേ UDFന്റെ പക്ഷത്തേക്ക് ആലപ്പുഴ മണ്ഡലം കൂടി മാറ്റേണ്ടി വരും എന്നുള്ളതാണ്. ചേർത്തലയിലും നിസ്സാരമായ മത്സരമല്ല അവിടെ നടന്നത്. രാജേന്ദ്ര പ്രസാദ് മോശം സ്ഥാനാർത്ഥി ആയിരുന്നില്ല. അവിടെ പ്രാദേശികമായിട്ട് ശക്തമായ വേരോട്ടം ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് രാജേന്ദ്ര പ്രസാദ്. അത് മാത്രമല്ല, അദ്ദേഹം വയലാർ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അവിടെ CPMന്റെ കോട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് രാജേന്ദ്ര പ്രസാദ്. അങ്ങനെ ഒരാൾ P പ്രസാദ് ചേർത്തല മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളായിട്ട് അവിടുത്തുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെ ചേർത്തലയിലും നടക്കുന്നുണ്ട്. LDF ഉറപ്പിച്ച ഒരു മണ്ഡലം എന്ന പട്ടികയിൽ നിന്ന് ചേർത്തല മാറ്റേണ്ട ഒരു സാഹചര്യം കൂടി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടനാടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റെജി ചെറിയാൻ ശക്തനായ ഒരു സാന്നിധ്യമായിരുന്നു. അവിടെ തോമസിനേക്കാൾ ഒരുപടി മുന്നിൽ റെജി ചെറിയാൻ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അത് പരിഹരിക്കാൻ KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഇടപെടലിൽ കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല, KC വേണുഗോപാൽ ജില്ലയിൽ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണത്തെ 1-8 എന്നുള്ള രീതിയിൽ നിന്ന് മാറി UDFന് അവിടെ ശക്തമായ രീതിയിൽ തിരിച്ചു വരാൻ കഴിയും. അരൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഷാനിമോൾ ഉസ്മാൻ ജയിക്കുവാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ മറ്റൊരു കാര്യം, BDJSന്റെ സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. BDJS പിടിക്കുന്ന വോട്ടുകൾ അത് LDF ക്യാമ്പിൽ നിന്നായിരിക്കും ചോരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അരൂർ കൂടി ഞാൻ UDFന്റെ പട്ടികയിലേക്ക് കൂട്ടുകയാണ്. ഷാനിമോൾ ഉസ്മാൻ ജയിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ളത് കായംകുളമാണ്. ലിജു തന്നെയാണ് കായംകുളത്ത്. പ്രതിഭ ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിഭ പോലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് പാർട്ടി, 10,000 വോട്ടുകൾക്ക് ജയിക്കുമെന്നോ എന്നോ മറ്റും. പക്ഷേ അങ്ങനെ ഒരു കണക്ക് അത് വിശ്വസനീയമല്ല. അവിടെ ലിജു കായംകുളം UDFനായി നേടിക്കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, അരൂർ ഈ സീറ്റുകൾ ആ പട്ടികയിൽ ഉണ്ടാകും. ചേർത്തലയും ഞാൻ UDFന്റെ പക്ഷത്തേക്ക് അയറ്റുകയാണ്. ആലപ്പുഴയും UDFന്റെ പക്ഷത്തേക്ക് പോകേണ്ടതാണ്. അവിടെ ചെങ്ങന്നൂർ LDFന്, അതുപോലെ തന്നെ ഒരു മണ്ഡലം കൂടി ഉണ്ട് മാവേലിക്കര. ഈ 2 മണ്ഡലങ്ങൾ എൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ 6-3 അല്ലെങ്കിൽ 7-2 UDF. കിരൺ,
മഞ്ജുഷ, അതിനകത്ത് ഈ ചേർത്തല UDF പക്ഷത്തേക്ക് പോകും എന്നതിനെ എനിക്ക് തോന്നുന്നില്ല. ചേർത്തല P. പ്രസാദിനെ പോലെ ഒരാൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ, രാജേന്ദ്ര പ്രസാദ് നല്ല സ്ഥാനാർത്ഥിയാണ്, സ്വാഭാവികമായും വലിയ സ്വാധീനമൊക്കെ ഉണ്ട്, അവിടെ കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. താരതമ്യേന കോൺഗ്രസ്സുകാർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഐക്യത്തോടു കൂടി മത്സരത്തെ നേരിട്ടൊരു മണ്ഡലമാണ് അത്. എന്നാലും പക്ഷേ അവിടെ എപ്പോഴും ഒരു എഡ്ജ് P. പ്രസാദിന് തന്നെയാണ് എന്നതാണ്. ഈ കണക്കിൽ കാര്യമായി വ്യത്യാസം കാണുന്നില്ല. ഹരിപ്പാട് പൂർണ്ണമായും UDFന്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ കുട്ടനാടും UDFിലേക്ക് കൂട്ടാം. പക്ഷേ അമ്പലപ്പുഴയുടെ കാര്യത്തിൽ അമ്പലപ്പുഴ UDF പക്ഷത്താണ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഉറപ്പിച്ചു എന്ന് UDFകാർക്ക് ഉറപ്പിക്കാം, പക്ഷേ നമുക്ക് അങ്ങനെ ഉറപ്പിച്ചു എന്ന തരത്തിലേക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും എഡ്ജ് G. സുധാകരന് തന്നെയാണ്. ഇനി രണ്ട് മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയത് ഒന്ന് അരൂരും ഒന്ന് കായംകുളവുമാണ്. അരൂരും കായംകുളവും സ്വാഭാവികമായും കടുത്ത മത്സരം നേരിടുന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ്. കായംകുളത്ത് M. ലിജുവും പ്രതിഭയും നിൽക്കുന്നു, അരൂരിൽ ഷാനിമോൾ ഉസ്മാനും ദിലീപേയും നിൽക്കുന്നു. ഈ രണ്ട് സ്ഥലത്തും സിറ്റിംഗ് MLA-മാരാണ് നേരിടുന്നത്. UDFിൽ നിന്നും ഏറ്റവും കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ലിജു മുൻപ് മത്സരിച്ചിട്ടുള്ള സ്ഥലമാണ്, അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഷാനിമോൾ ഉസ്മാൻ മുമ്പ് MLA ആയിരുന്നു. എന്തായാലും ആ രണ്ട് മണ്ഡലങ്ങളും സ്വാഭാവികമായും രണ്ടുപേരും ഒരേപോലെ തന്നെ വിജയപ്രതീക്ഷയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ നേരിയ എഡ്ജ് അവിടെ UDFിനുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയില്ല എവിടേക്കാണ് വരുന്നത് എന്നുള്ളതൊക്കെ. ഇതിനകത്ത് രണ്ട് മണ്ഡലങ്ങൾ, ഈ മാവേലിക്കര, ചെങ്ങന്നൂർ, ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഇനി പറയുന്നത് പോലെ എന്തെല്ലാം കാറ്റ് എങ്ങോട്ടൊക്കെ ആഞ്ഞു വീശിയാലും ആ ഏത് വീശലിനും അപ്പുറത്ത് നിന്നുകൊണ്ട് LDF തന്നെ ഉറപ്പിച്ച് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. ആലപ്പുഴയും ഈ പറയുന്ന പോലെ ഇതിൽ ചേർത്തലയുണ്ട്. പക്ഷേ ചേർത്തലയും ഒക്കെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കാര്യമായ സംശയം ആലപ്പുഴയുടെ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു കടുത്ത മത്സരത്തിലേക്ക് ഇത്തവണ വരുന്നുണ്ട്. AD തോമസ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയൊക്കെ അവിടെ ചെറുപ്പക്കാരനാണ്, മത്സ്യ മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ കയ്യിൽ നിന്ന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെറുപ്പക്കാരൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വലിയ ഒഴുക്ക്, ആ ഒരു ഐക്യം, പിന്നെ KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിന്റെ വലിയ പിന്തുണ, അദ്ദേഹത്തിന്റെ കൂടി വ്യക്തിപരമായ താല്പര്യത്തിൽ വന്ന സ്ഥാനാർത്ഥിയാണ് AD തോമസ് എന്ന് അലക്കണം. ആരും അങ്ങനെ ആലോചിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവൊന്നുമല്ല. ആ ചെറുപ്പക്കാരനെ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അതൊക്കെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ ചിലപ്പോൾ ഈ ആലപ്പുഴയ്ക്കകത്ത് ഈ LDFിന്റെ ഉറപ്പിനകത്ത് ചിലപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് എന്റെ ഒരു വിലയിരുത്തൽ. 8-1 എന്നുള്ളത് എത്രയായിട്ട് മാറുമെന്നാണ്? 8-1 എന്നുള്ളത് സ്വാഭാവികമായും UDF ഒരു 3-4 പരമാവധി പോയാൽ 5 സീറ്റുകൾ വരെ കിട്ടാനുള്ള സാധ്യത. അതായത് 5-4 അല്ലേ? 5-4 വരെ എത്താൻ സാധ്യതയുണ്ട്. അതായത് തെക്കൻ കേരളത്തിൽ UDFന് ഒരു ഉജ്ജ്വല വിജയം നേടിക്കൊടുക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ വലിയ വ്യത്യാസം നേടിക്കൊടുക്കുന്ന ഒരു ജില്ലയായി ആലപ്പുഴ മാറാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഞാൻ മാവേലിക്കരയും ചെങ്ങന്നൂരും മാത്രമേ LDF പക്ഷത്ത് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നുള്ളൂ. സൈത്ത്, ഞാൻ UDFിന്റെ തിരിച്ചുവരവ് ആലപ്പുഴയിൽ ഉണ്ടാവും, ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു ക്ലീൻ സ്വീപ്പായി മജോറിറ്റി സീറ്റുകളിലേക്ക് UDF വരാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ആണ് പലപ്പോഴും ആലപ്പുഴയിൽ LDFിന്റെ പൂർണ്ണമായും CPMന് അടിപറ്റിക്കളഞ്ഞു, മുഴുവൻ പോയി എന്നൊരു കണക്കെടുപ്പിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ ആ ഒരു ട്രെൻഡ് നിയമസഭയിൽ ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അമ്പലപ്പുഴ പോലും UDF അത്ര ഉറപ്പിക്കുന്ന മണ്ഡലമല്ല. സാഹചര്യങ്ങൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ തരംഗ സ്വഭാവം പ്രകടമാവുകയാണെങ്കിൽ ഞാൻ ഒരുപക്ഷെ UDFിന്റെ ഒരു മജോറിറ്റി സീറ്റുകളിലെ വിജയം ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിക്കുക. അതിനപ്പുറം അവിടെ മജോറിറ്റി സീറ്റിലെ വിജയം LDF തന്നെയാവും എന്നാണ്. ഏറെക്കുറെ അതിനോടാണ് നമുക്ക് യോജിക്കാൻ കഴിയുക. എന്നാൽ ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു ഇടതു സ്വഭാവമുള്ള മണ്ഡലമാണ്, സ്ട്രോങ് ആയി തന്നെ അങ്ങനെ നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു തരംഗം ഉണ്ടായില്ലെങ്കിൽ UDFന് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്നത് എന്തായാലും ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ LDFനെ മറികടന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഒന്നാമത്തെ പാർട്ടിയായി UDFന് മാറാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലൊരു തരംഗം ഉണ്ടാവണം, അല്ലെങ്കിൽ നില മെച്ചപ്പെടുത്താം എന്നതിനപ്പുറത്തേക്ക് ആലപ്പുഴ പിടിച്ചെടുക്കാൻ, ഈ തരംഗം ഉണ്ടായാൽ പോലും ഇനി ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ സമ്പൂർണ്ണമായി LDF പിടിച്ചെടുക്കുന്നത് പോലെ ഈ ഹരിപ്പാടും ചെങ്ങന്നൂരും ഒഴികെയുള്ള സീറ്റുകളൊക്കെ ചെങ്ങന്നൂരടക്കം പിന്നീട് പിടിച്ചെടുത്ത് ഞാൻ പറഞ്ഞ ഈ രണ്ട് സീറ്റുകളിലാണ് UDFന് ആ തരത്തിലേക്ക് മുൻകാലങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ ആലപ്പുഴ ജില്ല സമ്പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഈ അടുത്ത ഒരു 25 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും UDFന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ LDFന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇനി തരംഗം ഉണ്ടായാൽ പോലും ആലപ്പുഴ ജില്ല പൂർണ്ണമായും പിടിച്ചെടുക്കാൻ UDFന് കഴിയില്ല. ഹരിപ്പാട് ശക്തമായ ഒരു മത്സരം നടന്ന മണ്ഡലമാണ് അവിടെ. കാരണം BJPയുടെ സാന്നിധ്യം ശക്തമായിരുന്നു. സന്ദീപ് വാചസ്പതി വോട്ട് പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജിസ്മോനുമായിട്ട് സംസാരിക്കുമ്പോൾ ജിസ്മോൻ പറയുന്നത് വോട്ടുകൾ അവിടെ ഭിന്നിച്ചു പോകും, അവിടെ ജയസാധ്യതയുണ്ട് എന്നാണ്. പക്ഷെ അങ്ങനെ ഹരിപ്പാട് ഒരു അട്ടിമറിയുടെ സാധ്യത കാണുന്നില്ല. BJP വോട്ടുകൾ പൂർണ്ണമായും സന്ദീപിലേക്ക് വരുന്നു. നേരത്തെയൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തല പലപ്പോഴും BJP വോട്ടുകളൊക്കെ കാര്യമായി സമാഹരിച്ചിരുന്നു എന്നാണ്. പക്ഷേ ഇത്തവണ BJP വോട്ടുകൾ പൂർണ്ണമായും സന്ദീപിലേക്ക് വന്നാൽ ജിസ്മോൻ വിജയം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി CPM വോട്ടുകളും CPIയുടെ അവിടുത്തെ വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകൾ പൂർണ്ണമായും വീണാൽ ജിസ്മോൻ ജയിക്കും എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തവണ
ഒരു ചില കാര്യങ്ങൾ പുറത്തു വന്നത് ഈ CPM പൂർണ്ണമായും ജിസ്മോനൊപ്പം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവിടുത്തെ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും രമേശ് ചെന്നിത്തല അവിടെ വിജയം ഉറപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സന്ദീപ് പിടിക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകളായിരിക്കും എന്നുള്ളത് നേരത്തെ മഞ്ജുഷ പറഞ്ഞത് നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.